ശരിയായിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു PDF ഫയലിനെയാണ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയൽ എന്ന് പറയുന്നത്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലിൽ നിന്ന് അതിൻ്റെ പാസ്വേഡ് ഇല്ലാത്തൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ കാണുന്ന വേർഡ് ഡോക്യുമെൻറ്റിനെ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഫയൽ ടാബിൽ പോവുക. എക്സ്പോർട്ട്, ക്രിയേറ്റ് PDF/XPS. നോക്കുക, പബ്ലിഷ് ആസ് PDF ഫോർ XPS എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഈ ഡയലോഗ് ബോക്സിലെ ഓപ്ഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് എന്ന ഡയലോഗ് ബോക്സിലെ എൻക്രിപ്റ്റ് ദ ഡോക്യുമെൻറ്റ് വിത്ത് എ പാസ്വേഡ് എന്ന ലേബലിന് നേരെയുള്ള ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഈ ഡയലോഗ് ബോക്സിൽ PDF ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പാസ്വേഡ്സ് മസ്റ്റ് ബി ബിറ്റ്വീൻ 6 ക്യാരക്ടേഴ്സ് ആൻഡ് 32 ക്യാരക്ടേഴ്സ് ഇൻ ലെങ്ത്. അതായത് പാസ്വേഡിന് ഏറ്റവും കുറഞ്ഞത് 6 ക്യാരക്ടേഴ്സ് എങ്കിലും നീളം ഉണ്ടാവണം, മാക്സിമം 32 ക്യാരക്ടേഴ്സ്. ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടെ എൻറ്റർ ചെയ്യാം. ഓക്കെ. ഇനി ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് PDF ഫയൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി PDF ഫയലിന് പേര് കൊടുക്കുന്നു, ടെസ്റ്റ്. പബ്ലിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വേർഡ് ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യുന്നു. നോക്കുക, ഡെസ്ക്ടോപ്പിൽ ടെസ്റ്റ് എന്നൊരു PDF ഫയൽ കാണാം. PDF ഫയൽ ഓപ്പൺ ചെയ്യുന്നു. test.pdf ഈസ് പ്രൊട്ടക്റ്റഡ്. പ്ലീസ് എൻ്റർ എ ഡോക്യുമെൻ്റ് ഓപ്പൺ പാസ്വേഡ്. നമ്മളിവിടെ ശരിയായിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ PDF ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. മറ്റൊരു പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്യുന്നു. ഓക്കെ. നോക്കുക, ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്. ദ പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ക്യാപ്സ് ലോക്ക് ഈസ് നോട്ട് ഓൺ ബൈ മിസ്റ്റേക്ക് ആൻഡ് ട്രൈ അഗെയിൻ. ഓക്കെ. ഇത്തവണ ശരിയായിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. PDF ഫയൽ ഓപ്പൺ ചെയ്യപ്പെട്ടു. ഇനി ഫയൽ നെയിമിൻ്റെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സിൽ സെക്യൂർഡ് എന്ന് കാണാം. ഈ PDF ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതാണ് ഈ സെക്യൂർഡ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഇനി ഈ PDF ഫയലിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. PDF ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഒരു തവണ കൂടി ഓപ്പൺ ചെയ്യുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഈ PDF ഫയലിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫയൽ, പ്രിൻ്റ് എന്ന ഡയലോഗ് ബോക്സിൽ പ്രിൻ്റ്. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ട് PDF ഫയൽ എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എനിക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് PDF ഫയൽ വേണ്ടത്, ഡെസ്ക്ടോപ്പ്. ഇനി PDF ഫയലിന് വേണ്ടുന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, test2, സേവ്. ഈ PDF ഫയൽ ക്ലോസ് ചെയ്യുന്നു. നോക്കുക, test2 എന്നൊരു PDF ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട PDF ഫയലിൽ നിന്നും പാസ്വേഡ് റിമൂവ് ചെയ്ത ശേഷമുള്ള ഒരു കോപ്പിയാണത്. ഇനി ആദ്യത്തെ PDF ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, പാസ്വേഡ് ഇല്ലാതെ ഈ PDF ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. രണ്ട് ഫയൽ നെയിമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലിന് വലതുവശത്തായിട്ട് സെക്യൂർഡ് എന്ന വാക്ക് കാണാം. ഇവിടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അതിൻ്റെ പാസ്വേഡ് ഇല്ലാത്തൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഇനി പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യണമെങ്കിൽ അഡോബിയുടെ അക്രോബാറ്റ് പ്രൊഫഷണൽ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. മറ്റൊരു ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.